എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമാണ് ഈ റോഡ് സൈഡിലൊക്കെ കാണുന്ന ബോഗൺവില്ലാസ്. ഒരു വളവും വെള്ളവും ഒന്നും കൊടുക്കാതെ തന്നെ നന്നായി പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അതിന് വെള്ളം, വളം, അത്യാവശ്യത്തിന് കെയറും കൊടുത്താലേ നന്നായി പൂവിടുള്ളൂ. അതിൻ്റെ മെയിൻ കാരണം നിലത്ത് വെക്കുമ്പോൾ അതിൻ്റെ വേരുകൾ നന്നായി ആഴത്തിലിറങ്ങും. പിന്നെ മണ്ണിൽ നൈട്രജൻ്റെ അളവ് കുറവാണ്. അവർക്ക് ആവശ്യമുള്ളത് അവർ തന്നെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കും. ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പൂവിടാതെ ഇല മാത്രമാണുള്ളതെങ്കിൽ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കാതിരിക്കുക. കാരണം എന്നാലേ അവർക്ക് പൂവിടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ ബോഗൺവില്ലയുടെ മാത്രം കാര്യമാണ്. എന്നാൽ പൂവിട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിക്കാതിരിക്കരുത്. പൂവിടൽ തുടങ്ങിയാൽ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ വെയിലും നല്ല കാറ്റുള്ള ടൈമാണ്. അപ്പോൾ ചെടി പെട്ടെന്ന് വാടും. പൂവ് വാടിയാൽ പെട്ടെന്ന് പൂവ് കൊഴിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ 15 ഡേയ്സ് ഇടവിട്ടിട്ട് വേണം വളങ്ങൾ കൊടുക്കാൻ. പിന്നെ ഒരു തവണ എല്ലുപൊടി കൊടുത്താൽ അടുത്ത തവണ ചാണകപ്പൊടി, അങ്ങനെ എന്തെങ്കിലും മാറ്റി മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് പൂവിടാനുള്ള കുറച്ച് ടിപ്സ് കൂടിയുണ്ട്. അത് ഞാൻ വൈകാതെ പോസ്റ്റ് ചെയ്യാം.